ഇത് ഓഗസ്റ്റ് 23 ആണ്. അപ്പോൾ എൽദോൻ്റെ ബർത്ത്ഡേ 24th ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഡ്യൂട്ടി ആയതുകൊണ്ട് തലേദിവസം പോകുമെന്ന് വിചാരിച്ചിട്ട് ഡിന്നർ കഴിക്കാൻ എന്നുള്ള രീതിയിൽ ഒരു റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡിയായി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. നമ്മൾ പോകുന്നതിൻ്റെ പേര് ആൾട്ടിറ്റ്യൂഡ് 28 എന്നാണ്. ആദ്യമായിട്ടാണ് പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇത് റെക്കമെൻഡ് ചെയ്തത്. പോണ വഴിക്ക് ഓൾറെഡി നാട്ടിൽ 12 o'clock കഴിഞ്ഞുകൊണ്ട് എൽദോൻ്റെ ബർത്ത്ഡേ വിഷസിൻ്റെ പാട്ടൊക്കെ ഇട്ടൊക്കെ ആയിട്ട് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമാട്ടോ. അത് നമ്മുടെ ഒരു റിവർ സൈഡിലാണ് ഈ റെസ്റ്റോറൻറ്റ്. അത് എനിക്ക് തോന്നുന്നു 28th ഫ്ലോറിലങ്ങാട്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, പെയർ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ സ്കൈ എന്ത് ഭംഗിയാണ്. സൺസെറ്റ് ആവാറായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് സ്കൈ എല്ലാം കാണാനായിട്ട്. നല്ല ഓറഞ്ച് സ്കൈ ആണ്. അവിടെ പോയി ഞങ്ങളങ്ങനെ ഫോട്ടോസും കുറച്ച് നേരം പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് തപ്പണമല്ലോ. ഓൾറെഡി 8 മണി കഴിഞ്ഞായിരുന്നു. 8 to 10 ആയിരുന്നു ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പോയി നടക്കുകയാണ്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് ഞങ്ങൾ പാർക്ക് ചെയ്ത് അവിടുന്ന്. അപ്പോൾ ഇതാട്ടോ റെസ്റ്റോറൻറ്റ്. അതിലേറ്റവും ടോപ്പിലാണ്. ആ ടോപ്പിൽ ചെന്നാൽ എല്ലാം കാണാൻ പറ്റുമെന്നാണ് പറയണത്. അപ്പോൾ ഇത് സ്വാൻസിയിലാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ സ്ഥലം എത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് ആൾട്ടിറ്റ്യൂഡ് 28 സ്കൈ ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ആണ്. ഇത് 3 ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മിഡിൽ ഫ്ലോറാണ്, അവിടെയാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെയായിരുന്നു. അപ്പോൾ നമ്മൾ ചെല്ലണം. നല്ല സൂപ്പറായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിഫ്റ്റൊക്കെ നമുക്ക് ലിഫ്റ്റിന് പോകാൻ പറ്റും. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻ്റ് എത്തി. റെസ്റ്റോറൻറ്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടില്ല എന്ത് രസം നോക്കി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീറ്റ്സ് ആട്ടോ നമുക്ക് കിട്ടും. നമുക്ക് ആ ഹോൾ പ്ലേസ് മൊത്തം കാണാൻ പറ്റും മുകളിൽ നിന്ന്. ഡെക്കറേഷൻസ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അവർ നമുക്ക് മെനു തന്നു. സ്റ്റാഫ് ഭയങ്കര ഫ്രണ്ട്ലിയും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ നിന്ന് ഓർഡർ ചെയ്യണൊരു മോക്ടെയിൽ ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണമല്ലോ. ഞാൻ വിൻഡോ സൈഡിലായിരുന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല ലൈറ്റ്സും പുറത്തുള്ള എല്ലാം കാണാൻ പറ്റും. ഞങ്ങൾ ഡ്രിങ്ക്സ് ആയിട്ട് ഓർഡർ ചെയ്ത് പോമിഗ്രാനൈറ്റ് ആയിരുന്നു. നമുക്ക് നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ആയിരുന്നു വേണ്ടത്. അപ്പോൾ പോമിഗ്രാനൈറ്റ് ഓർഡർ ചെയ്തായിരുന്നു. അതും നല്ലതായിരുന്നു. കൂടുതൽ അങ്ങനെ മധുരം അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്ത് ഞാൻ സാൽമൺ പിന്നെ വിത്ത് ഗ്രീൻസ് ആൻഡ് പർട്ടിക്കുലർ സോസാണ്. കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, എൽദോ ഓർഡർ ചെയ്തത് ഈ ഡക്ക് സ്റ്റിക്കായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കെൻ്റെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഫേസ് കണ്ട് അറിയാമല്ലോ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് കുക്ക്ഡ് ആയോ അല്ലയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഞങ്ങൾ മെയിൻ കോഴ്സായിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്തു കേട്ടോ. കാരണം ബാക്കിയുള്ളതിൽ ആൽക്കഹോൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഈ ക്രാബ് ആൻഡ് പ്രോൺസ് ഒരു സംഭവമായിരുന്നു. ഈ പാസ്തയുടെ അത് വന്നിട്ട് അതൊരു ടേസ്റ്റ് എന്തായാലും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലായിരുന്നു. ഒരു കോഴ്സാണ് നമ്മൾ മെയിൻ ഓർഡർ ചെയ്തോളൂ. കാരണം ഓൾറെഡി നമ്മൾ കഴിച്ചതൊക്കെ ഇനഫായിരുന്നു. പിന്നെ ആണ് നമ്മുടെ സർപ്രൈസ് വരുന്നത്. സർപ്രൈസ് ഞാൻ ഇവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ സർപ്രൈസായിട്ട് നമുക്കൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിസ്താഷ്യോ കേക്കാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. പിസ്താഷ്യോ വിത്ത് ഐസ്ക്രീം. നല്ല സൂപ്പർ കേക്കായിരുന്നു. അതിൻ്റെ ഹോൾ വീഡിയോ അടുത്തത് വരുന്നുണ്ട്. എൽദോയ്ക്ക് ഞാൻ ഓൾറെഡി ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ഫോട്ടോ വെച്ച് കസ്റ്റമൈസ് ചെയ്തൊരു കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഞാൻ വേറൊരു ഗിഫ്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൽദോയ്ക്ക് ഞാനൊരു വാച്ചും കൂടെ ഗിഫ്റ്റ് ഓൾറെഡി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് പോയായിരുന്നു. എൽദോ തന്നെ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ കാർഡ് എൽദോ ഓപ്പൺ ചെയ്തു. എൽദോയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എൽദോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാർഡാണ്. ഇത് ഞാൻ ചെയ്തത് ഒരു ആപ്പുണ്ട്. ഇവിടെ ആപ്പിൽ നമ്മുടെ ഫോട്ടോസും നമുക്ക് എങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്കത് എഡിറ്റ് ചെയ്ത് തരും. പിന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അത് എനിക്കിഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ഒരു കോട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും എനിക്കിഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ അവരുടെ എല്ലാ പ്രൊഡക്ട്സും ഇഷ്ടമാണ്. അങ്ങനെ എൽദോസേട്ട എനിക്ക് അതും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പോകാൻ സമയമായി. ബില്ലൊക്കെ കൊടുത്ത് എൽദോസേട്ട ആണെങ്കിൽ കാർഡ് തുറന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണെന്ന് പറഞ്ഞോട്ട്, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞൊരു സർപ്രൈസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് അവർ വേറെ കുറേ സെക്ഷനുണ്ട്. അവിടെയൊക്കെ നന്നായിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് താഴെ പോകണമല്ലോ, ഗ്രൗണ്ട് ഫ്ലോറിൽ പോകണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടില്ലേ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അവിടെ മൊത്തം ലൈറ്റ്സ് ആട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ എല്ലാം ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മിററിൽ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ വീഡിയോ എടുത്തു.
കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ ചെല്ലുന്ന സമയത്താണ് നമുക്കൊരു കോൾ വരുന്നത്. അവർ ഭയങ്കരമായിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട്, അവരെങ്ങാനും വലിയ സർപ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ അവർക്കായിട്ടും 2 സർപ്രൈസ് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരറിയാതെ ഞങ്ങൾ വീടിൻ്റെ ബാക്ക് യാർഡിൽ കൊണ്ട് വെക്കുവാണ്, വെള്ളം ഇട്ടത് കൊണ്ട് അവർ കൊണ്ട് വെക്കുവാണ്. ആരും അറിയാതെ വെക്കണമല്ലോ, എന്നാലല്ലേ അവരൊരു സർപ്രൈസ് തരുമ്പോൾ നമുക്ക് അങ്ങോട്ടൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സർപ്രൈസ് വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അവർ ഇങ്ങനൊരു കാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടവഴിയിൽ കൂടെ ഞങ്ങൾ സെറ്റപ്പ് എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ വീട് തുറക്കാൻ പോവാണ്. അതിന് മുമ്പ് ഞങ്ങൾ ജസ്റ്റ് നമ്മൾ കട്ടലിൻ്റെ അതുകൂടെ നോക്കിയപ്പോഴത്തേക്കും എൽദോ ഇങ്ങനെ പറയുകയാണ് അവിടെ ഒരു 3-4 പേരുണ്ട് കേട്ടോ എന്ന്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഡോറ് തുറന്ന് പയ്യായിട്ട് തുറക്കണം. അവരറിയാതെ വേണമല്ലോ തുറക്കാനായിട്ട്, അറിയാതെയാണല്ലോ തുറക്കാനായിട്ട്. അപ്പോൾ ഇത്രയും സമയമായി, ഇത് കുറേ നേരം അവർ വിളിക്കണോ എവിടെയായി എന്ന് ചോദിച്ച വിളിയാണ്. അങ്ങനെ ഞങ്ങൾ തുറന്ന് പയ്യെ കയറി കഴിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഇട്ടു. അപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. കുറേ ഷൂസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ആരൊക്കെയോ ഉണ്ട് ഇവിടെ. അത് ഭയങ്കര ഒരു സർപ്രൈസായി പോയായിരുന്നു എല്ലാവരും കണ്ടപ്പോഴത്തേക്ക്. പെട്ടെന്ന് രാത്രിയിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം കേക്കൊക്കെ സെറ്റ് ചെയ്ത് അവരെല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴത്തേക്ക് അല്ലച്ചേട്ടായിക്ക് ഒരു ആഗ്രഹം, അല്ലച്ചേട്ടായിക്ക് പോയി ഷർട്ടൊക്കെ മാറണം. പിന്നെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് ഹായ് ഒക്കെ പറഞ്ഞ് നമ്മൾ പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ക്യാൻഡിലൊക്കെ കത്തിച്ച് നമ്മുടെ സെലിബ്രേഷൻ തുടങ്ങി. ഇത് മെൽവിൻ ചേട്ടായിയാണ്. ഇത് രണ്ടാമത് നിൽക്കുന്ന ആൾ ബ്ലാക്ക് ടീഷർട്ടാണ് രീതി ചേട്ടായി. ഇവർ നമ്മുടെ എന്താ പറയുക നല്ലൊരു ഫാമിലി പോലെ നമ്മൾ ഒന്നിച്ചാണ് ഇപ്പോൾ ഇവിടെ നിൽക്കണേ. അവരിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളത് കഴിഞ്ഞാൽ പിന്നെ അവർ പോവും. ഇത് എൽദോൻ്റെ കസിനാണ് ബേസിൽ ചേട്ടായി. പിന്നെ ഇത് കസിൻ ചേട്ടായുടെ കുഞ്ഞാവി കേട്ടോ. പിന്നെ നമുക്ക് 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട് അവിടെ. അവർക്ക് സർപ്രൈസായിട്ട് 2 ദിവസം ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.